പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമാകാൻ പോവുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഫാദർ ആന്റണി വടക്കേക്കര സിറോ മലബാർ സഭ PRO ചേരുന്നുണ്ടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ഫാദർ ആന്റണി വടക്കേക്കരയിലേക്ക് പോവുകയാണ്. ഫാദർ, അപ്പോൾ ലോകം കാത്തിരുന്ന നിമിഷത്തിലേക്ക് എത്തുകയാണ്. അവിടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. എങ്ങനെയാണ് ഈ ചടങ്ങുകൾ? എന്തൊക്കെയാണ് ഫാദർ വിവരങ്ങൾ? സാർവത്രിക കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനു മുഴുവനും പുതിയ പ്രതീക്ഷകളുടെ ഒരു താരോദയമാണ് ലിയോ 14 മാർപ്പാപ്പ നിയോഗമേൽക്കുന്നതോടുകൂടെ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ 267 നായകനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മഹിതമായ തുടർച്ചയും കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകളെ ആഴമാർന്ന ആത്മീയ അനുഭവങ്ങളോടെ വായിച്ചെടുത്ത് സഭയ്ക്കും സമൂഹത്തിനും പുതിയ ദിശാബോധം പകരുകയെന്ന പുതിയ മാർപ്പാപ്പയുടെ സവിശേഷ ദൗത്യത്തെ വലിയ പ്രത്യാശയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പ്രാർത്ഥനകളും ആശംസകളുമായി 24 ന്യൂസ് ചാനലിനോടൊപ്പം നമ്മൾ ഈ സമയം വത്തിക്കാനിൽ നിന്നുള്ള ലൈവായി പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിന്റെ ചടങ്ങുകളാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെയും വത്തിക്കാനിലെ സമയം 10 മണി, നമ്മുടെ ഇന്ത്യൻ സമയം 1:30 മണിക്ക് വത്തിക്കാനിൽ ചടങ്ങുകൾ ആരംഭിക്കും. നമ്മുടെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തുന്ന കഴുത്തിൽ അണിയിക്കുന്ന പാലിയവും സ്വീകരിക്കുക എന്നതാണ് സ്ഥാനാരോഹണ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുക്കർമ്മങ്ങൾ എന്ന് പറയുക. ഈ 2 കർമ്മങ്ങളും നടക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കിടയിലാണ്. വിശുദ്ധ കുർബാനയിൽ ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമുള്ള സുവിശേഷ വചന വായനയ്ക്ക് ശേഷമായിരിക്കും മാർപ്പാപ്പയെ പാലിയവും അതുപോലെ മോതിരവും അണിയിക്കുന്ന തിരുക്കർമ്മങ്ങൾ, ചടങ്ങുകൾ നടക്കുക. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാൻ, വൈദികൻ, ഡീക്കൻ എന്നീ വ്യത്യസ്ത പദവികളിലുള്ള 3 കർദിനാളന്മാരായിരിക്കും അദ്ദേഹത്തിന് ആദ്യം പാലിയമണിയിക്കുന്നതും തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതേ തുടർന്ന് മുക്കുവന്റെ മോതിരം അണിയിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യവും ഒപ്പം തന്നെയും സഹവാസവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രത്യേകമായ പ്രാർത്ഥനയാണ് വൈദിക കർദിനാൾ കുർബാനയ്ക്കിടയിൽ ചൊല്ലുക. അതോടൊപ്പം തന്നെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, പാലിയമണിയിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെ മുക്കുവന്റെ മോതിരമണിയിക്കുന്ന ചടങ്ങാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസ്, ശിമയോൻ പത്രോസിന്റെ തൊഴിലായിരുന്നു മീൻപിടുത്തം. അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു. അതുകൊണ്ടാണ് മുക്കുവന്റെ മോതിരം അണിയിച്ചുകൊണ്ട് മാർപ്പാപ്പമാരെ വാഴിക്കുന്ന ചടങ്ങ് കത്തോലിക്ക സഭയിൽ കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി നടക്കുക. കാരണം മാർപ്പാപ്പ പത്രോസിന്റെ പിൻഗാമിയാണ്. മെത്രാൻ കർദിനാൾ ആയിരിക്കും മാർപ്പാപ്പയ്ക്ക് ഈ മുക്കുവന്റെ മോതിരം നൽകുന്ന ചടങ്ങ് നിർവഹിക്കുക. എന്ന് പറഞ്ഞാൽ, ഒന്നാമത് പാലിയം, രണ്ടാമതായി പ്രാർത്ഥന, മൂന്നാമതായി മുക്കുവന്റെ മോതിരവും സ്വീകരിച്ച ശേഷം സുവിശേഷ ഗ്രന്ഥവും വഹിച്ചുകൊണ്ട് പാപ്പ മൊബൈലിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസി സമൂഹത്തോടൊപ്പം നടന്ന് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 200ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ തലവന്മാരോ പ്രതിനിധി സംഘമോ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ
ഹരിവംശ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അയച്ചിരിക്കുന്നു എന്നുള്ളത് ഇത്തരുണത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. മാർപ്പാപ്പ ഇപ്രകാരം അദ്ദേഹത്തിന്റെ സ്ഥാന ചിഹ്നങ്ങൾ അണിഞ്ഞതിനു ശേഷമായിരിക്കും സുവിശേഷ സന്ദേശം നൽകിക്കൊണ്ട് വിശ്വാസി സമൂഹത്തോടും ലോകം മുഴുവനോടും സംസാരിക്കുക. അതിനുശേഷമാണ് കുർബാന അർപ്പണം നടക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മാർപ്പാപ്പയായ പരിശുദ്ധ പിതാവ് പത്രോസ് ശ്ലീഹായുടെ ഖബറിടത്തിങ്കൽ പ്രാർത്ഥന ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാർപ്പാപ്പ പോകുന്നത് എല്ലാ സഭകളുടെയും, അതായത് പൗരസ്ത്യ വ്യക്തി സഭകളുടെയും പാത്രിയാർക്കീസുമാരോടും ഒപ്പം മേജർ ആർച്ച് ബിഷപ്പുമാരോടുമൊപ്പം സഭാതലവന്മാരെല്ലാവരും ഒന്നു ചേർന്ന് കത്തോലിക്ക സഭയുടെ പ്രധാന ആചാര്യനായ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർപ്പാപ്പയോടൊപ്പം ആദ്യത്തെ മാർപ്പാപ്പയായി യേശു ഭരമേൽപ്പിച്ച പത്രോസിന്റെ ഖബറിടത്തിങ്കൽ പ്രാർത്ഥന ചെയ്യുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം കർദിനാളന്മാരാൽ അനുഗതനായിക്കൊണ്ട്, നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണല്ലോ, കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 8-ാം തീയതിയാണല്ലോ പരിശുദ്ധ പിതാവായി കർദിനാളന്മാരുടെ കോൺക്ലേവിനിടയിൽ ലയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തവരും 80 വയസ്സിലധികം പ്രായമുള്ളവരുമായ കത്തോലിക്ക സഭയിൽ ഇന്നുള്ള 252 കർദിനാളന്മാരാൽ അനുഗതനായി സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലുള്ള വത്തിക്കാനിലെ പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ലോകത്തെ നയിക്കുവാൻ, വിശ്വാസി സമൂഹത്തെ നയിക്കുവാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ലയോ 14 മാർപ്പാപ്പ ഇപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കും സ്ഥാനാരോഹണത്തിനുമായി എത്തിച്ചേരുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്ന നിലയിലും അഗസ്തീനിയൻ സന്യാസ സഭാംഗമായ, സമർപ്പിത സഭാംഗമായ ആദ്യത്തെ മാർപ്പാപ്പ എന്ന നിലയിലും മിഷണറിയായ മാർപ്പാപ്പ എന്ന നിലയിലും പ്രത്യേകമായ സവിശേഷതകളോടെയാണ് ലയോ 14 മാർപ്പാപ്പ സാർവത്രിക സഭയുടെ 267ാമത് തലവനായും റോമിന്റെ മെത്രാനായും സ്വതന്ത്ര രാജ്യമായ വത്തിക്കാന്റെ അധിപനായും ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അമേരിക്കയിലാണ് പ്രൊവോസ്റ്റ് എന്നു പേരുള്ള കർദിനാളായിരുന്ന ഇദ്ദേഹം ജനിച്ചു വളർന്നത് എങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലായിരുന്നു 69കാരനായ ലയോ 14 മാർപ്പാപ്പയുടെ കർമ്മമണ്ഡലം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പെറുവിലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കാരണം എന്താണെന്നറിയാവോ? USA, അമേരിക്ക പോലുള്ള 1-ാം ലോക രാജ്യങ്ങളിലെ പ്രബല ശക്തിയായ ഒരു രാജ്യത്ത് ജനിച്ചു വളർന്നു എങ്കിലും ലാറ്റിൻ അമേരിക്ക പോലുള്ള, പെറു പോലുള്ള ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായ സ്ഥലത്ത് ഒരു മിഷണറിയായി, അഗസ്തീനിയൻ മിഷണറിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പ്രൊവോസ്റ്റ് എന്നു പേരുള്ള കർദിനാളാണ് മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഇത്തരുണത്തിൽ നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പെറുവിൽ മിഷണറി വൈദികനായും ബിഷപ്പായും പാവങ്ങൾക്കൊപ്പം 2 പതിറ്റാണ്ട് കാലഘട്ടം ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചതിന് ശേഷമാണ് സാർവത്രിക സഭയുടെ പരമാചാര്യ പദവിയിലേക്ക് ലയോ 14 മാർപ്പാപ്പ എത്തുന്നത് എന്നത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വാക്കുകൾ ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് ലയോ 14 മാർപ്പാപ്പയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ആരംഭമായുള്ള പത്രോസിന്റെ ഖബറിടത്തെങ്കിലുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ വത്തിക്കാനിൽ നിന്നും തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പൗരസ്ത്യ സഭകളുടെ എല്ലാ തലവന്മാരും ഒന്നു ചേർന്ന് വ്യത്യസ്തങ്ങളായ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ തിരുക്കർമ്മങ്ങളിൽ പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയോടൊപ്പം ആ പത്രോസിന്റെ ഖബറിടത്തെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും. ഇപ്പോൾ ധൂപാർപ്പണ പ്രാർത്ഥനകളാണ് നടക്കുന്നത്. പത്രോസിന്റെ ഖബറിടത്തെങ്കിൽ ധൂപാർപ്പണം ചെയ്ത് പരിശുദ്ധ പിതാവ് പത്രോസിന്റെ 267ാമത്തെ പിൻഗാമിയായ ലയോ 14 മാർപ്പാപ്പ ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കർദിനാളന്മാരാൽ അനുഗതനായി കടന്നു വരുന്നതും അവിടെ വെച്ചാണ്
വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കുർബാന മധ്യേ അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുന്നതും. ഒരു കാര്യം ഞാൻ ഇത്തരണത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പയായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ അദ്ദേഹം സ്ഥാന ചുമതല ഏറ്റുകഴിഞ്ഞു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ പതിവ്. എന്നാൽ റോമിൻ്റെ ബസിലിക്ക എന്നറിയപ്പെടുന്ന കത്തീഡ്രൽ ദേവാലയമാണ് പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനിക ദേവാലയം എന്നറിയപ്പെടുക. അത് റോമിലെ ലാറ്ററൻ ബസിലിക്കയാണ്.